നമസ്കാരം. എൻ്റെ പേര് VC സെബാസ്റ്റ്യൻ. ഞാൻ ഹോം ഗ്രൗണ്ട് ബയോടെക്കിൽ എക്സ്റ്റൻഷൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്നയാളാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന സ്ഥലം കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് വിഴിക്കത്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഹോം ഗ്രൗണ്ട് ബയോടെക്കിന്റെ മദർ ഫാമിലാണ്. ഇതാണ് ഹോം ഗ്രൗണ്ടിന്റെ പ്രധാനപ്പെട്ട നഴ്സറി എന്ന് പറയുന്നത്. ഹോം ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ട്രോപ്പിക്കൽ ഫ്രൂട്ട് പ്ലാന്റ്സിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ നഴ്സറികളിലൊന്നാണ്. ഇതിന്റെ ഒരു പ്രാരംഭ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1999 ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇപ്പോൾ ജൂബിലി വർഷത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 25 വർഷമായി. അപ്പൊ ആദ്യ സമയത്ത് 99 ഒരു 4.5 ഏക്കർ സ്ഥലത്ത് തുടങ്ങിയ ഒരു നഴ്സറി ഇപ്പോൾ 25 വർഷങ്ങൾ കൊണ്ട് വളർന്ന് 100 ഏക്കറിലേക്ക് വളർന്നിരിക്കുകയാണ്. ഇപ്പൊ 100 ഏക്കർ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ഈ നഴ്സറിയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഹോം ഗ്രൗണ്ടിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ഗ്രൗണ്ടിന്റെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പഴവർഗ്ഗ തൈകളുടെ ഉൽപാദനവും വിതരണവുമാണ്. പഴവർഗ്ഗ തൈകൾ എന്ന് പറയുമ്പോൾ നമുക്ക് വിദേശ പഴവർഗ്ഗങ്ങളുമുണ്ട്, അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള പഴവർഗ്ഗങ്ങളുമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പരിചിതമായ ഒരു പഴമാണല്ലോ റംബുട്ടാൻ എന്ന് പറയുന്നത്. അപ്പൊ റംബുട്ടാൻ പോലെയുള്ള മറുനാടൻ പഴവർഗ്ഗങ്ങളുടെ ഏറ്റവും മികച്ച ഇനങ്ങൾ കണ്ടെത്തി കേരളത്തിൽ പ്രചരിപ്പിച്ചതും അവതരിപ്പിച്ചതും ഹോം ഗ്രൗണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റികളിൽ ഒന്നാണ് ഞങ്ങളുടെ എക്സ്റ്റൻഷൻ വർക്ക്. അതായത് കേരളത്തിലുടനീളം വേണ്ടി വന്നാൽ കേരളത്തിൻ്റെ പുറത്തുമൊക്കെയും നമുക്ക് സെമിനാറുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾക്ക് സെമിനാറുകൾക്ക് പോകേണ്ടതിനായിട്ടൊരു വാഹനത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വാഹനത്തെ പറ്റി ഞങ്ങൾ ചിന്തിച്ചപ്പോൾ ഞങ്ങൾ 2 തരത്തിലുള്ള കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, ആളുകൾക്ക് യാത്ര ചെയ്യാൻ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനമായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ സെമിനാറിനൊക്കെ ചെല്ലുമ്പം എല്ലാ ആളുകളും ആവശ്യപ്പെടുന്ന നമ്മുടെ പ്ലാൻസ്, നമ്മുടെ തൈകളും കൂടെ കൊണ്ടുവരാനുള്ള ആവശ്യമാണ്. അപ്പം ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി നമുക്ക് പല വാഹനങ്ങൾ നോക്കി, 7 സീറ്ററും ഒക്കെ നോക്കി. പക്ഷെ അപ്പം നമുക്ക് പ്ലാൻസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആലോചനയിൽ പല കമ്പനികളുടെയും നമ്മുടെ മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ നമ്മൾ പഠിച്ചു, അതിനെപ്പറ്റി പഠനം നടത്തി. അങ്ങനെയാണ് അവസാനം നമ്മുടെ ഇസുസുവിലേക്ക് നമ്മൾ വന്നത്. അപ്പൊ ഇസുസുവിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി പഠിച്ചപ്പോൾ ഒന്ന്, ഏകദേശം 100 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള ഒരു കാർ കമ്പനിയാണ് ഇസുസു എന്ന് മനസ്സിലായി. മാത്രമല്ല നല്ല ഹെവി വെഹിക്കിൾസ് ആണ്, വളരെ റിലയബിൾ ആണ്. അതുകൊണ്ട് ആ രീതി നമ്മൾ ചിന്തിച്ചിരുമ്പോൾ ഇസുസുവിന്റെ ഒരു വാഹനം തന്നെ എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ വന്നു. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിലുള്ള IVMലെ ഷോറൂമുമായിട്ട് ബന്ധപ്പെട്ടു. അവർ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്തു തന്നു. അങ്ങനെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വണ്ടി കൊണ്ടുവന്നു. അപ്പോഴാണെങ്കിൽ ഈ മോഡല് ഇസുസുവിന്റെ എസ്ക്യാ വിസഡ് എന്ന മോഡല് ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ട് തോന്നി. ഞങ്ങൾ ഓടിച്ചു നോക്കിയപ്പോഴും മറ്റു കാര്യങ്ങൾക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഏറ്റവും യോജിച്ച ഒരു വണ്ടിയാണെന്ന് മനസ്സിലായി. ഈ വണ്ടി നമ്മൾ എടുത്തിട്ട് ഇപ്പം 2 മാസത്തോളമായി. ഈ 2 മാസം കൊണ്ട് നമ്മൾ ഏകദേശം ഒരു 4000 കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ട്രാവൽ ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ വണ്ടിയുടെ ഉപയോഗം പുറത്തൊക്കെയുള്ള സെമിനാറുകൾക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ റീസെന്റ് ഞങ്ങൾ കോഴിക്കോട് പോയി, അതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രിവാൻഡ്രം പോയി, കൊല്ലം പോയി, അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. എനിക്ക് ഇതിൽ യാത്ര ചെയ്തപ്പം ഞാൻ കൂടുതലും ഇതിൽ ഒരു യാത്രക്കാരനായിട്ടാണ് പോകുന്നത്. ഞാൻ വണ്ടി ഇടയ്ക്ക് ഓടിക്കാറുമുണ്ട്. അപ്പൊ 2 രീതിയിലും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കാൻ വളരെ സുഖമുള്ളൊരു വണ്ടിയാണ്. കാഴ്ചയിൽ ഒരു വലിയ വണ്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമെങ്കിൽ നമ്മൾ അകത്ത് കയറി ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന അതേ ഫീലിൽ നമുക്ക് ഓടിക്കാൻ പറ്റും. അതുപോലെ നമ്മൾ യാത്രക്കാരനായിട്ട് ഇരിക്കുമ്പോഴും ഏറ്റവും നന്നായിട്ട് നമുക്ക് ആസ്വദിച്ച് യാത്ര ചെയ്യാൻ പറ്റും. ഞാനൊരു കാര്യം എടുത്തു പറയാം, ഞങ്ങൾ ഈ ദീർഘദൂര യാത്രകളിലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ സസ്പെൻഷനൊക്കെ വളരെ നല്ല സസ്പെൻഷൻ, അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അത് ഡ്രൈവിംഗിലാണെങ്കിലും അല്ലാതാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഫീച്ചേഴ്സിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ടിൽറ്റ് ചെയ്യാവുന്ന സ്റ്റിയറിംഗ് ആണ്. അതുപോലെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റുകൾ, ഹൈറ്റ് അഡ്ജസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, അത് വളരെ നല്ലൊരു സിസ്റ്റം നമുക്ക് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ, വോളിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും എല്ലാം നമുക്ക് ഇതായിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു അനുഭവത്തിൽ നമ്മുടെ ഇങ്ങനെയുള്ളൊരു യൂസിൽ ഒരു വലിയ വണ്ടി ഞങ്ങൾക്ക് വേണം എന്നുള്ളത് തന്നെയാണ് ഇതെടുത്ത്. അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒപ്പം ഒരു ചെറിയ കാറിൽ ഒരു നല്ല കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കാറിൽ യാത്ര ചെയ്യുന്ന അതേ ഫീലോടെ കംഫർട്ടബിളോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് നമ്മുടെ ഇസുസു എസ്ക്യാ വിസഡ്. ഹോം ഗ്രൗണ്ട് 25 വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ 100 വർഷത്തെ പാരമ്പര്യമുള്ള ജാപ്പനീസ് കമ്പനിയായ ഇസുസുവിന്റെ എസ്ക്യാ വിസഡും ഞങ്ങളോട് കൂടെ ചേർന്നിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെ ഫാമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഒരു ഫാമിലി പാസഞ്ചർ വെഹിക്കിളായിട്ടും
ഒപ്പം ഒരു കാർഗോ വെഹിക്കിളായിട്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമായി നമ്മുടെ എസ്കാർട്ട് ബിസെറ്റിനെ നമുക്ക് പറയാനായിട്ട് കഴിയും.